നമസ്കാരം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന വർധന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാർ പ്രതിക്കൂട്ടിലേക്ക്. അട്ടിമറി സ്ഥിരീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് ഉൾപ്പെട്ടതോടെ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് ഉടൻ കൈമാറും. MR അജിത് കുമാറിനെതിരെ ഉന്നതതല അന്വേഷണത്തിനാണ് നീക്കം നടക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് SITക്ക് നേതൃത്വം നൽകിയ SP ഷൗക്കത്ത് അലി DGPക്ക് ഇമെയിൽ മുഖേന റിപ്പോർട്ട് കൈമാറിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ADGP MR അജിത് കുമാർ എന്ന സൂചനയോടെയാണ് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. അജിത് കുമാറിനെതിരെ അന്വേഷണ സംഘത്തിൻ്റെതായി വിലയിരുത്തലുകൾ ഇല്ലെങ്കിലും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മൊഴികൾ അതേപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് DGP വിശദമായി പരിശോധിച്ച ശേഷം ആഭ്യന്തര വകുപ്പിന് കൈമാറും. DGPയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്നായിരിക്കും അജിത് കുമാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കേസ് അട്ടിമറിക്കാൻ മുൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തന്റെ പദവി ദുരുപയോഗം ചെയ്തെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. മുൻ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ DGPക്കെതിരായ രഹസ്യമൊഴികളും കൃത്രിമം തെളിയിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും പുതിയ റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ വകുപ്പ് തല നടപടികൾക്ക് വഴിവെച്ചേക്കും. ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ADGP MR അജിത് കുമാർ തിരുവനന്തപുരത്തെ തന്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കേസ് ഡയറി നിർബന്ധപൂർവ്വം തിരുത്തിച്ചെന്നാണ് മുൻ അന്വേഷണ സംഘം SITക്ക് നൽകിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കേസിൽ ഗൺമാന്മാർക്കെതിരെ തെളിവില്ലെന്ന് വരുത്തി തീർക്കാനും പ്രതികളെ പൂർണ്ണമായി രക്ഷപ്പെടുത്താനുമായിരുന്നു ഈ തിരുത്തൽ. ADGPയുടെ പൂർണ്ണമായ അറിവോടെയും നിർദ്ദേശപ്രകാരവും ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും ചേർന്നാണ് രേഖകളിൽ കൃത്രിമം കാണിച്ചതെന്നും ഭീഷണിപ്പെടുത്തിയതെന്നും ആദ്യ അന്വേഷണ സംഘം മൊഴി നൽകിയിട്ടുണ്ട്. SITയുടെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഗ്രേഡ് SIമാർ തങ്ങൾ ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയതെന്ന് ഒടുവിൽ സമ്മതിക്കുകയുണ്ടായി. ഈ നിർണായക മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൃത്രിമം നടന്ന ADGPയുടെ ഓഫീസിലടക്കം SIT നേരിട്ടെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിരുന്നു. അട്ടിമറി നടന്ന ദിവസങ്ങളിലെ സന്ദർശക രജിസ്റ്റർ, CCTV ദൃശ്യങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ പരിശോധിച്ച അന്വേഷണ സംഘം ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് ADGP ഓഫീസിൽ നേരിട്ടുണ്ടായിരുന്നുവെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. 2023 ഡിസംബർ 15 മുൻ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. നവകേരള സദസ്സിന്റെ വാഹനത്തിന് നേരെ കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപ് ബസും ചേർന്ന് ക്രൂരമായ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. നിലവിൽ ആലപ്പുഴ MLA ആയ എഡി തോമസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർക്ക് അന്ന് മർദ്ദനമേറ്റിരുന്നു. ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടും പ്രതികളായ ഗൺമാന്മാരെ സംരക്ഷിക്കാൻ മുൻ അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് ഉന്നതതലത്തിൽ അട്ടിമറി നടത്തുകയായിരുന്നു. SIT റിപ്പോർട്ടിന്മേൽ സംസ്ഥാന പോലീസ് മേധാവി ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുസമൂഹവും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.